നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ച ആ കുടത്തിൽ നിന്ന് ജഗദീപ് ധൻക, നമ്മുടെ ആരാധ്യനായ ബഹുമാന്യനായ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻക തുറന്നുവിട്ട ആ ഭൂതത്തെ പൊതുസമൂഹം ഏറ്റെടുക്കുമോ? ഇതിന്മേലൊരു വലിയൊരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ഇതിനോട് സമാനമായ അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം കോടതി അലക്ഷ്യം നടത്തുന്നു എന്ന് വിമർശനമുയർത്തിയവരാണ് പ്രതിപക്ഷ കക്ഷികൾ. അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഭിപ്രായം രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ കക്ഷികളെ ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഉയർന്നു വരേണ്ടത്, എതിർപ്പ് ഉയർന്നു വരേണ്ടത് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ജുഡീഷ്യറിയുടെ അകത്തുനിന്നും അഭിഭാഷക സമൂഹത്തും അഭിഭാഷക സംഘടനകളും ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരുമാണ്. രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു ചെറിയ സംഭവം പ്രേക്ഷകരുടെയും അനിൽ നമ്പ്യാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താണ്. ശ്രീ ദീപക് മിശ്ര ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ പരസ്യമായി എതിർത്തുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജഡ്ജി ജസ്റ്റിസ് ചേലമേശ്വരൻ്റെ നേതൃത്വത്തിൽ 5 ജഡ്ജിമാർ ഡൽഹിയിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അതിൽ വെച്ച് ജസ്റ്റിസ് ഗോഗോയി അടക്കം അതിൽ പങ്കാളിയായി. പിന്നീട് അദ്ദേഹം പിന്മാറി. അവിടെ വെച്ച് സുപ്രീം കോടതിയിൽ നടക്കുന്ന അനീതികളും കേസുകളുടെ പോസ്റ്റിങ്ങുള്ള അഴിമതി എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായിരുന്നു. ഇതൊരു തുടക്കമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. പക്ഷേ ചീറ്റിപ്പോയി. പിന്നീട് ഒന്നും നടന്നില്ല. പിന്നീട് ആ വിഷയം ജനങ്ങൾ മറന്നു. അതുകൊണ്ട് ജുഡീഷ്യറിയുടെ അകത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടാകുമെന്ന് അസ്ഥാനത്താണ്. കാരണം ഇവിടെ പല നിയമങ്ങളും ലംഘിക്കുന്നത് ജുഡീഷ്യറി തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ അഡ്വക്കേറ്റ്സ് ആക്ടിൽ ഒരു വകുപ്പുണ്ട്, ബന്ധുക്കൾ ജഡ്ജിമാരായ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതാരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? എൻ്റെ അറിവിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ഘട്ടത്തിൽ 12 ബന്ധുക്കളുള്ള ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അവരിൽ പലരും ആ കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ജഡ്ജിമാരെയും മക്കൾ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അത് നിർത്താൻ അവരെല്ലാം മുൻകൈ എടുക്കുന്നുണ്ട്. അവർ മുൻകൈ എടുക്കുന്നുണ്ടോ? ചില മാന്യന്മാരായ ജഡ്ജിമാർ അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഭാഗ്യവശാൽ ഒരു അഴിമതിയുടെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പല ജഡ്ജിമാരും ആരോഗ്യം പോലും മറന്ന് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കഠിനാധ്വാനത്തിന് ഫലം കാണുന്നില്ല. അത് അവരുടെ കുറ്റമല്ല, ആ സിസ്റ്റത്തിൻ്റെ കുറ്റമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പല ജഡ്ജിമാരും ഉറക്കം പോലും ഉപേക്ഷിച്ച് കേസ് പഠിച്ച് തീർക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുള്ള ഫലം കാണുന്നില്ല. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന ദൃഢനിശ്ചയം എടുത്താലേ ഈ സ്ഥാപനം അകത്തു നിന്ന് നേരിടുന്ന ഭീഷണികളെ ആദ്യം ഒഴിവാക്കിയാലേ പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം കിട്ടുകയുള്ളൂ. അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതുണ്ടാകാത്തതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ നിയമനത്തിൻ്റെ അപാകതയാണ്. ഈ നിയമന രീതി മാറിയാലേ നമ്മുടെ ജുഡീഷ്യറി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തുള്ളൂ എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.